ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2026 റിലീസായ ഒരു കൊറിയൻ റൊമാൻറ്റിക് മിസ്റ്റീരിയസ് ത്രില്ലർ സൈറൻസ് കിസ് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 1. കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് മെറ്റൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ തന്റെ കൈ ലിക്വിഡ് നൈട്രജനിൽ മുക്കി ഫ്രീസാക്കി മെഷീനിൽ പിടിച്ച് തന്റെ വിരലുകൾ മുറിക്കാനായി വയ്ക്കുന്നതാണ്. അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന അയാളുടെ ബോസ് നിങ്ങളുടെ ഇൻഷുറൻസ് പേപ്പർ എല്ലാം ശരിയാക്കി എന്ന് പറയുമ്പോൾ അയാൾ മെഷീനിന്റെ ഇടയിൽ കൈവയ്ക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. അവൻ്റെ പേര് ചാ വൂസോക്ക്. അവനൊരു ഇൻഷുറൻസ് ഇൻവെസ്റ്റിഗേറ്റർ ആണ്. അതായത് ഇൻഷുറൻസ് ഫ്രോഡ്, സസ്പീഷ്യസ് ഡെത്ത് എന്നിവയൊക്കെ അന്വേഷിക്കുന്ന ആൾ. അവനിപ്പോൾ പോകുന്നത് നേരത്തെ വിരലുകൾ മുറിക്കാൻ പ്രേരിപ്പിച്ച ബോസിനടുത്തേക്കാണ്. ഫേഷ്യൽ ചെയ്തിരുന്ന അയാളെ ഇവൻ ഒരുപാട് തല്ലുന്നു. അവസാനം നിനക്ക് ഒരാളെ കൂടി ഇൻഷുറൻസിന് കിട്ടിയല്ലേ എന്ന് ചോദിച്ച് അവൻ്റെ വിരലുകൾ അവൻ മുറിക്കാൻ പോകുന്നത് കാണിച്ച് ആ സീൻ അവിടെ അവസാനിക്കും. പിന്നെ കാണിക്കുന്നത് ഇൻഷുറൻസ് ഫ്രോഡ് നടത്തി എന്ന് പറഞ്ഞ് ആ ബോസിനെ പോലീസ് പിടിക്കുന്നതും അത് ന്യൂസിൽ വരുന്നതുമാണ്. അയാൾ തൻ്റെ സ്റ്റാഫിനെ കൊണ്ട് ഓരോ അപകടങ്ങൾ ഉണ്ടാക്കി തുച്ഛമായ കാശ് അവർക്ക് കൊടുത്തിട്ട് ബാക്കി കാശ് മുഴുവൻ അയാൾ തട്ടിയെടുത്തിരുന്നു. ഇത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതാകട്ടെ നമ്മുടെ നായകൻ വൂസോക്കാണ്. പിന്നീട് അവിടുന്ന് കട്ട് ചെയ്ത് നമ്മുടെ നായികയെ കാണിക്കുന്നു. അവളുടെ പേര് ഹാൻസിയോൾ. അവൾ കത്തി ഉപയോഗിച്ച് മരത്തടിയിൽ എന്തോ കൊത്തുപണി ചെയ്യുകയും അവളുടെ കൈ മുറിയുന്നതായും കാണിക്കുന്നു. പിന്നീട് ഓഫീസിലേക്ക് എത്തുന്ന വൂസോക്കിനെ അവൻ്റെ മാനേജർ ആവശ്യമില്ലാത്ത കാര്യത്തിന് നീ എന്തിനാ ഇടപെടുന്നതെന്നും ഇതൊക്കെ പോലീസിനോട് പറഞ്ഞാൽ പോരെ എന്നും ചോദിക്കുമ്പോഴാണ് അവൻ്റെ കൊളീഗ് വന്ന് ചെറി ഇപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറയുന്നതും അത് കേട്ട് അവൻ അങ്ങോട്ടേക്ക് പോകുകയും ചെയ്യുന്നു. അവിടെ എത്തുമ്പോൾ പുറത്ത് ചെറിയുടെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ മകൾക്കുണ്ടായ അപകടത്തെപ്പറ്റി പോലീസുകാരോട് വിശദീകരിക്കുന്നു. അവരെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ ചെറിയെ കാണാനായി അകത്തേക്ക് കയറുന്നു. ശരീരമാസകലം പൊള്ളലേറ്റ അവൾ താൻ നൂഡിൽസ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കൈതട്ടി നൂഡിൽസ് തൻ്റെ പുറത്ത് വീണതാണെന്ന് അവൾ പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവളുടെ അമ്മ തന്നെ ഇത് ചെയ്തതാണ്. നേരത്തെയും ഇതുപോലൊരു അപകടമുണ്ടാക്കി ആ കുഞ്ഞിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. അന്നത് ഡീൽ ചെയ്തതും വൂസോക്ക് തന്നെ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും ഇൻഷുറൻസ് തുക തട്ടാനായി അവർ തന്നെ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു അപകടമാണിത്. തൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി അവൾ നുണ പറഞ്ഞതാണ്. ഇത് മനസ്സിലാക്കി അവനത് അവളുടെ അമ്മയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഒരു കൂസലും ഇല്ലായിരുന്നു. അവർ ഇൻഷുറൻസ് തുക കിട്ടുന്നതിൽ നിന്നും പുതുതായി വാങ്ങാനുള്ള കാറിന്റെ ഡീറ്റെയിൽസ് നോക്കിയിരിക്കുകയാണ്. അവസാനം അവരെ ഇൻഷുറൻസ് തട്ടിപ്പിന് പോലീസ് കേസെടുക്കുന്നു. അടുത്ത സീനിൽ ഹാനിനെയാണ് കാണിക്കുന്നത്. അവൾ റോയൽ ഓപ്ഷൻ കമ്പനിയിലെ ഓപ്ഷൻ കമ്പനി എക്സിക്യൂട്ടീവ് ആണ്. ഹൈ ക്ലാസ് ആർട്ട്, ലക്ഷറി ഐറ്റംസ് ഓപ്ഷൻ ചെയ്യുന്ന, അതായത് ലേലം ചെയ്യുന്ന കമ്പനി. അവിടെ ഇപ്പോൾ പബ്ലിക് സെയിൽ നടക്കുകയാണ്. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നമ്മുടെ ഹാനിൻ്റെ ചുമതലയാണ്. അവളുടെ അസിസ്റ്റൻ്റ് ആണ് കിം യൂൻജെ. ഹാൻ അവളുടെ കയ്യിലുള്ള കത്തിയുമായി വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പെയിന്റിംഗ് കുത്തിക്കേറുന്നു. ഇത് കണ്ട കിം, നീ എന്ത് പണിയാണ് ഈ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഈ പെയിന്റിംഗ് ഫേക്കാണ്, അത് നിനക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ, ഇത് വരച്ചയാൾ ഇപ്പോൾ കിടപ്പിലാണ്, അയാൾക്ക് ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ കഴിയില്ല. ഈ ഫേക്ക് പെയിന്റിംഗ് ഓപ്ഷന് വെച്ചാൽ അത് നമ്മുടെ കമ്പനിക്കും നിന്നെയും ബാധിക്കും, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തതെന്നും പറഞ്ഞ് ഹാൻ അവിടെ നിന്നും പോകുന്നു. ഹാനും കിമ്മും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല എന്ന് നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും. പിന്നീട് വൂസോക്ക് തന്റെ സഹോദരിയുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവന്റെ സഹോദരി ഒരു കാർ ആക്സിഡന്റിൽ തന്റെ ബോയ് ഫ്രണ്ടിനൊപ്പം പോയപ്പോൾ മരണപ്പെട്ടതാണ്. എന്നാൽ മോർച്ചറിയിൽ സഹോദരിയെ കാണാൻ കയറുമ്പോൾ കൂടെ കയറുന്ന ബോയ് ഫ്രണ്ട് തന്റെ പ്ലാൻ സക്സസ് ആയി എന്ന് ഓർത്ത് ചിരിക്കുന്നത് കാണുമ്പോൾ ഇൻഷുറൻസ് തുക തട്ടാനായി അവളെ മനഃപൂർവ്വം അവൻ അപകടത്തിൽപ്പെടുത്തിയതാണെന്ന് വൂസോക്ക് മനസ്സിലാക്കുകയും എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ അവൻ 1 വർഷത്തെ ശിക്ഷ മാത്രമേ ലഭിക്കുന്നുള്ളൂ. സഹോദരി മാത്രമുള്ള വൂസോക്കിന് ആ മരണം താങ്ങാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അവൻ ഇൻഷുറൻസ് ഫ്രോഡ് നടത്തുന്നവരെ കണ്ടെത്താനായി ആ ജോലിക്ക് പോകുന്നതും. പിന്നീട് അവൻ ആ കാമുകന്റെ പാരൻസ് നടത്തുന്ന കടയുടെ മുന്നിലും നോക്കി നിൽക്കുന്നത് കാണാം. പിന്നീട് പബ്ലിക് സെയിൽ നടക്കുന്ന ദിവസം അവിടെ പവർഫുൾ ബിസിനസ്മാൻ ലീക്കാണ് അന്ന് അവിടുത്തെ മെയിൻ VIP. അങ്ങനെ ലേലം തുടങ്ങുന്നു. ലക്ഷങ്ങളുടെ വിലയ്ക്കാണ് ഓരോരുത്തരും ഓപ്ഷൻ നടത്തി പെയിന്റിങ്ങുകൾ വാങ്ങുന്നത്. അതിലൊരു പെയിന്റിംഗ് നല്ല വില കൊടുത്ത് ലീക്കും വാങ്ങുന്നു. അവിടുന്ന് സെയിൽ കഴിഞ്ഞതിന് ശേഷമുള്ള പാർട്ടി കാണിക്കുന്നുണ്ട്. അവിടെ ഹാനിനെ നോക്കി മദ്യപിച്ചു നിൽക്കുന്ന കിമ്മിനെ കാണുന്ന ഹാനിന്റെ സുഹൃത്ത് ഹോങ്ജി അവളെ കണ്ടപ്പോൾ ഒരു ബാഡ് വൈബ് അടിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ ഹാൻസിയോൾ പുറത്തേക്ക് പോകുന്നു. അസ്വസ്ഥയായി പുറത്തു നിൽക്കുന്ന ഹാനിന്റെ അടുത്തേക്ക് അപ്പോൾ ലീക്ക് വരികയും ഇന്ന് ആ പെയിന്റിംഗ് വാങ്ങാൻ സഹായിച്ചതിന് നന്ദി പറയുകയും ചെയ്യുന്നു. ലീക്കിന് ഹാനിനോട്
ചെറിയൊരു താല്പര്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഈ സമയത്താണ് ഇവരുടെ ഇടയിലേക്ക് കിം യോഞ്ചെ കയറി വരുന്നത്. അവൾ വരുമ്പോൾ തന്നെ അവിടെ നിന്നും ഹാൻസിയോൾ പോകുന്നു. അതൊട്ടും ഇഷ്ടപ്പെടാതെ ലീക്ക് കിം യോഞ്ചെ നൽകിയ ബിസിനസ് കാർഡ് അവിടെ വെച്ച് തന്നെ ചുരുട്ടിയെറിയുന്നു. പിന്നീട് മേക്കപ്പ് റൂമിലെത്തി ഡിപ്രഷനും ആൻസൈറ്റിക്കുമുള്ള ട്രാങ്കുലൈസർ എന്ന മെഡിസിൻ കഴിക്കാൻ നേരം അപമാനിതയായി ദേഷ്യത്തിൽ വന്ന കിം അങ്ങോട്ട് കയറി വരുന്നു. നിന്നെ ആൽക്കഹോളിന്റെ മണമുണ്ട്, ഇങ്ങനെ ക്ലയൻസിനോട് സംസാരിക്കരുതെന്ന് പറയുമ്പോൾ നീ ഒരുപാട് അഭിനയിക്കുക എന്നും വേണ്ട, നിന്റെ ഒരു രഹസ്യം എനിക്ക് അറിയാമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങി താഴേക്ക് വരുമ്പോൾ വൂസോക്കിനെ വിളിക്കുന്നു. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന വൂസോക്കിനോട് ഇൻഷുറൻസ് തുക തട്ടാനായി ഒരു കൊലപാതകം നടന്നു, പോലീസിനെ അറിയിച്ചാൽ ഒന്നും ശരിയാവില്ല, നിങ്ങളെപ്പറ്റി ഞാൻ ഒരുപാട് അറിഞ്ഞു, എന്താണ് ഏതാണെന്നൊക്കെ നേരിട്ട് പറയാമെന്ന് പറഞ്ഞ് അവൾ വരേണ്ട അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പോകാനായി റൂമിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ തന്റെ പോലീസ് ഫ്രണ്ട് ജോ സ്റ്റേഷൻ അടുത്തുള്ള അവന്റെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നത് കാണുന്നു. അവൻ പോകാനായി ഇറങ്ങുമ്പോൾ ഇൻഷുറൻസ് തട്ടിപ്പാണെന്നറിഞ്ഞ് അവളും അവന്റെ ഒപ്പം ചെല്ലുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടാളും കൂടി അങ്ങോട്ട് ചെല്ലുകയും അവളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുകയും ചെയ്യുന്നു. അങ്ങനെ റോയൽ ഓപ്ഷൻ കമ്പനിയുടെ എൻട്രൻസിലെത്തുമ്പോൾ പെട്ടെന്ന് ഗ്ലാസ് പാനലിൽ എന്തോ വന്ന് വീഴുന്ന വലിയ ഒച്ച കേട്ട് അവർ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി വീണ് കിടക്കുന്നു. തൊട്ടപ്പുറത്ത് ഫോണിൽ അവന്റെ പേര് കണ്ടപ്പോൾ അവൻ ശരിക്കും ഷോക്കാകുന്നു. ഇതാണ് തന്നെ കുറച്ചു നേരം മുൻപേ വിളിച്ച കിം യോഞ്ചെ എന്ന് അവൻ മനസ്സിലാക്കുന്നു. പിന്നീട് അവളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുകയും വീണ സ്ഥലം പരിശോധിക്കുന്നതുമൊക്കെ കാണിക്കുന്നുണ്ട്. സാധാരണയായി സൂയിസൈഡിനായി മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ മാക്സിമം ഒരു 6 ഫീറ്റൊക്കെയാണ് പുറത്തേക്ക് പോകാറ്. എന്നാൽ ഇവിടെ 10 ഫീറ്റുകൾക്കപ്പുറത്ത് നിന്നുമാണ് ബോഡി കിട്ടിയതെന്ന് കേൾക്കുമ്പോൾ ഇതിനെ ഒരു കൊലപാതകമാണോ എന്ന ചിന്ത വന്ന് അവർ അത് അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഓട്ടോപ്സി നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ കഴുത്തിൽ ചെറിയൊരു ബലം പിടിച്ചതിനെ പാടുണ്ടെന്ന് തോന്നുന്നു എന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് അന്നത്തെ കിം യോഞ്ചിന്റെ ആക്ടിവിറ്റീസ് അവർ പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. വൂസോക്കിന്റെ ഫ്രണ്ട് ജോ ഇന്നലെ ഇൻഷുറൻസ് ഫ്രോഡിന്റെ കാര്യം പറയാനായി കിം യോഞ്ചെ വിളിച്ച കാര്യം അവളുടെ ഓഫീസറിനോട് പറയുമ്പോൾ വൂസോക്കിനെ ആയിരിക്കും അവർ വിളിച്ചതല്ലേ, അവനെ ഈ കേസിൽ അധികം ഇൻവോൾവ് ചെയ്യിക്കണ്ട, ഞാൻ പറഞ്ഞാൽ അവനത് കേൾക്കില്ല, ഒന്നാമത് അവന്റെ സഹോദരിയുടെ കാമുകന് തക്ക ശിക്ഷ കിട്ടാത്തതിന് കാരണം അതിനുവേണ്ടി തെളിവുകൾക്കായി ഞാൻ സഹായിച്ചില്ല എന്ന കാരണത്താലാണെന്നും അയാൾ കൂടിച്ചേർക്കുന്നു. പിന്നീട് ചെറിയുടെ കേസ് അന്വേഷിക്കാൻ വന്ന പോലീസുകാരൻ ആ കുട്ടി ഇപ്പോഴും അമ്മയ്ക്കെതിരെ ഒരു മൊഴിയും തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസ് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നും വൂസോക്കിനോട് പറയുന്നുണ്ട്. പിന്നീട് കിം യോഞ്ചെന്റെ കൊളീഗ്സ് അവളുടെ ഫ്യൂണറൽ പരിപാടിക്കായി പോകുമ്പോൾ പാർട്ടിയിൽ അന്നുണ്ടായിരുന്ന ഹാനിന്റെ ഫ്രണ്ട് ഹോങ്ജി എന്തോ ഒന്ന് ആലോചിക്കുന്നു. ഇന്നലെ രാത്രി കിമ്മിനെ അകത്തേക്ക് വലിച്ചത് ഇവരായിരുന്നു എന്ന് കാണിക്കുന്നു. ആ ഫ്രണ്ട് ഇന്നലെ നടന്ന എന്തോ ഒരു കാര്യം ഒളിപ്പിക്കുന്നതും അവൾ പരിഭ്രാന്തപ്പെടുന്നതായും നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നീട് ആരും കാണാതെ ഓപ്ഷൻ കമ്പനിയിലേക്ക് വൂസോക്ക് കയറുന്നു. അപ്പോൾ അങ്ങോട്ട് ഹാൻ വരുന്നുണ്ടെങ്കിലും അവൾ അവനെ കാണുന്നില്ല. പിന്നീട് ബോസിനോട് ചെന്ന് ഇന്നലെ തൻ്റെ ശ്രദ്ധക്കുറവ് കാരണമാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് പറഞ്ഞ് അവരോട് സോറി പറഞ്ഞു നിൽക്കുമ്പോഴാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷനായി എത്തി എന്നും പറഞ്ഞ് മാനേജർ അങ്ങോട്ട് വരുന്നത്. താൻ എല്ലാ കാര്യവും ഡീൽ ചെയ്തോളാമെന്ന് പറഞ്ഞ് പോലീസിന്റെ അടുത്തേക്ക് അവൾ പോകുന്നു. പിന്നീട് പോലീസ് അവളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കിമ്മിന്റെ ജോലിയുടെ സ്വഭാവം, തലേന്നുണ്ടായിരുന്ന പാർട്ടി, ഇതിനെപ്പറ്റി എല്ലാം അവർ ചോദിച്ചറിയുന്നു. ഇതേ സമയം തന്നെ വൂസോക്ക് എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നറിയാൻ സ്റ്റെപ്പ് വഴി കയറുന്നുണ്ടെങ്കിലും അവിടെയൊന്നും CCTV ക്യാമറകളൊന്നുമില്ല. അങ്ങനെ അവൻ റൂഫ് ടോപ്പിലെത്തി താഴേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ഒരു തുമ്പും അവിടെ നിന്നൊന്നും കിട്ടുന്നില്ല. പോലീസുകാർ അന്ന് നടന്ന പാർട്ടിയിൽ പങ്കെടുത്തവരുടെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അതെല്ലാം കോൺഫിഡൻഷ്യൽ ആണെന്ന് പറയുന്നത് കേട്ട കിം ജോളിന്റെ മരണം കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പാർട്ടിയിൽ വന്ന ആരെങ്കിലുമായിരിക്കാം കൊലപാതകി, അതുകൊണ്ട് തന്നെ ആ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുമ്പോൾ അതിനുള്ള ഓർഡറുമായി വരാൻ തിരിച്ച് ഹാനും മറുപടി നൽകുന്നു. അവളുടെ ആ മറുപടി ജോയ്ക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവർ ഈ അപകടം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓഫീസിലായിരുന്നു എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. അവിടുന്ന് നേരെ പോയാൽ ബാത്റൂമിലെത്തി ആകെ നെർവസ് ആവുകയും വിറയ്ക്കാനുമൊക്കെ തുടങ്ങി ഹാൻ. അങ്ങനെ അവൾ മെഡിസിൻ കഴിക്കുന്നു. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ഓഫീസറും വൂസോക്കിന്റെ ഫ്രണ്ടും വരുന്ന അതേ സമയത്ത് തന്നെയാണ് വൂസോക്കും താഴേക്ക് വരുന്നത്. പരസ്പരം വൂസോക്കും ആ ഓഫീസറും തമ്മിൽ കാണുമ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും അവർ തമ്മിൽ ഉടക്കുന്നു. ഓഫീസർ ഒരു ഡീറ്റെയിൽസും അവനോട് പറഞ്ഞു കൊടുക്കരുതെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഫ്രണ്ട് ഇന്ന് ഹാനിനെ ചോദ്യം ചെയ്ത കാര്യം അവനോട് പറയുകയും അവൻ അവളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കിം യോഞ്ചിന്റെ മരണാനന്തര ചടങ്ങ് നടക്കുന്നു. അങ്ങോട്ടേക്ക് വൂസോക്ക് എത്തുമ്പോൾ ഹാൻ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് അവൻ അവിടെ നിന്നും മാറുന്നു.
അവിടെ കിംയോൻജേൻ്റെ കൊളീഗ്സ് ഹാനിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ മാറ്റി ആ സ്ഥാനത്ത് കിമ്മിനെ ആക്കാമെന്ന് മാനേജർ വാക്ക് നൽകിയിരുന്നതായിരുന്നെന്ന് പറഞ്ഞത് കേട്ട് അവൻ അവിടെ ഇരിക്കുമ്പോൾ അതുവഴി പോകുന്ന ഹാനിനെ കാണുകയും അവനും അവളെ ഫോളോ ചെയ്യുന്നു. ഹാൻ തൻ്റെ കാറിൻ്റെ അടുത്തെത്തി കാർ അൺലോക്ക് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ വൂസോക്ക് വന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നു. താൻ ഇതിന് പ്രത്യുപകാരമായി എന്ത് നൽകണമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെ വിശദമായി കാണാമെന്ന് പറഞ്ഞ് അവൻ അവളെ യാത്ര അയക്കുന്നു. പോകുന്നേരം അവനെ അവളും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഓഫീസിൽ ഏറെ വൈകിയും ഈ കേസിൻ്റെ പുറകെ ആലോചിച്ചിരുന്ന വൂസോക്ക് ഹാനിൻ്റെ പേരിൽ എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ സോങ്സിൻ എന്ന് പറഞ്ഞ ആളുടെ ബെനിഫിഷ്യറിയായി ഹാൻ ഉള്ളതായി കാണുന്നു. എന്തോ ഒരു സംശയം തോന്നി അതിലുണ്ടായിരുന്ന ഫോൺ നമ്പറിൽ വിളിച്ചു നോക്കുമ്പോൾ കോൾ എടുക്കുന്നത് സോങ്സിൻ്റെ അമ്മയാണ്. അവൻ മരിച്ചിട്ട് 10 ദിവസമായി എന്ന് കേൾക്കുന്ന വൂസോക്ക് ശരിക്കും ഞെട്ടുന്നു. പിന്നീട് സോങ്സുമായുള്ള തങ്ങളുടെ എൻഗേജ്മെന്റ് വീഡിയോ കാണുന്ന ഹാനിനെ കാണിക്കുന്നു. പിറ്റേന്ന് സോങ്സിന്റെ ഇൻഷുറൻസിനെ പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ ഇത് VIP എടുക്കുന്ന ഇൻഷുറൻസ് ആണെന്നും ഇതിന് വലിയൊരു തുക തിരികെ ലഭിക്കുമെന്നും മനസ്സിലാക്കിയ വൂസോക്ക് അപ്പോൾ ഇയാളെ പറ്റിയായിരിക്കും കിംയോൻജെ തന്നോട് പറയാൻ അന്ന് ശ്രമിച്ചതെന്ന് അവൻ ഊഹിക്കുന്നു. പിന്നീട് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കണമെന്നും പറഞ്ഞവൻ തൻ്റെ ഫ്രണ്ടിനെ പോയി കാണുന്നു. രസകരമായ കാര്യം എന്തെന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ആ ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്തിരുന്നു. അങ്ങനെ അവൻ വീണ്ടും ആ റോയൽ ഓപ്ഷൻ കമ്പനിയിലേക്ക് പോകുന്നു. അന്നേരമാണ് ജോ സോങ്സിൻ മരിച്ചതിൻ്റെ ഡീറ്റെയിൽസ് വൂസോക്കിന് അയക്കുന്നത്. സോങ്സിൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് വൂസോക്ക് ഹാനിനെ പോയി കാണുന്നു. കിംയോൻജിനെ ഇൻഷുറൻസ് കാര്യം ശരിയാക്കാനായി വന്നതാണെന്ന് അവൻ പറയുമ്പോൾ പക്ഷെ നിങ്ങളുടെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പോലീസുകാരനാണെന്ന് തോന്നുവല്ലോ എന്ന് അവൾ തിരിച്ചും ചോദിക്കുന്നു. VIPസുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന നിങ്ങൾക്ക് ഈ ഒരു സാലറി മതിയാവുമോ എന്നൊക്കെ അവൻ ഇങ്ങനെ കുത്തി ചോദിക്കുമ്പോൾ അവൾ ഒരു ഒഴുക്കൻ മട്ടിൽ ഉത്തരം പറഞ്ഞ് അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. സോങ്സിൻ എന്ന പേര് പെട്ടെന്ന് പറയുമ്പോൾ അവൾ പെട്ടെന്ന് സ്റ്റക്കാവുന്നു. പിന്നീട് അവിടുന്ന് സീൻ കട്ടായി കാണിക്കുന്നത് ജോയ്ക്ക് ഫോൺ വിളിച്ച് കിംയോൻജെ ആത്മഹത്യ ചെയ്തതല്ല, അതൊരു കൊലപാതകമായിരുന്നു എന്ന ഒരു അജ്ഞാത കോൾ വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ലേഡി വോയിസ് ചേഞ്ചർ ഉപയോഗിച്ച് ഒരാണിൻ്റെ ശബ്ദത്തിൽ ഫോൺ വിളിച്ച് പറഞ്ഞതാണ്. പിന്നീട് വൂസോക്ക് പണക്കാരനും റെസ്റ്റോറൻറ്റ് ഉടമയുമായ സോങ്സിനുമായി നിങ്ങൾക്ക് എന്ത് ബന്ധമാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ ഫിയാൻസി ആയിരുന്നുവെന്ന് ഹാൻ മറുപടി നൽകുന്നു. അയാൾ തൻ്റെ ഇൻഷുറൻസ് മണിക്കൂറുകൾക്ക് മുൻപ് ക്യാൻസൽ ചെയ്തിരുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നു എന്നും അങ്ങനെ ക്യാൻസൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ കോടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നല്ലോ എന്നും ഇനി അയാൾ അടച്ച തുക സോങ്സിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ തിരികെ വരുമെന്നും പറഞ്ഞത് കേട്ട് അവൾ നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? ഞാൻ കാശ് തട്ടാൻ നടക്കുന്ന ആളായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതോ കാശ് തട്ടാനായി ഞാൻ അദ്ദേഹത്തിനെ കൊന്നു എന്നാണോ എന്നവൾ ചോദിക്കുന്നു. പോരാത്തതിന് കിംയോൻജെൻ്റെ മരണത്തിന് സോങ്സിനുമായി എന്ത് ബന്ധമാണെന്നും അവൾ ചോദിക്കുന്നു. എനിക്കങ്ങനെ തോന്നി എന്ന മറുപടി വൂസോ കൊടുക്കുന്നത് കാണിച്ച് 1ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഹാൻ സിയോളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വൂസോക്കിന് മിസ്റ്റീരിയസ് ആയ എന്തോ ഒന്ന് ഹാനിൽ ഉണ്ടെന്ന് തോന്നി അവളെ ക്ലോസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. ഇവളായിരിക്കുമോ കിംയോൻജെൻ്റെ കൊലപാതകം ചെയ്തതെന്ന ക്വസ്റ്റ്യനിൽ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡുകളിൽ നമ്മുടെ കഥാനായിക ഹാനിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചുരുളഴിയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.